ദേവദത്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു നിമ്മിയിലൂടെ താൻ അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്ത. എന്നാൽ ആ സന്തോഷത്തിന് അർച്ചനയുടെ കണ്ണുകളിൽ കടുത്ത വെറുപ്പാണ് പടർത്തിയത്. താൻ മാത്രം സ്നേഹിക്കപ്പെടേണ്ടവൾ എന്ന അർച്ചനയുടെ അമിത വാശിക്ക് മുന്നിൽ ആ കുഞ്ഞൊരു വലിയ ഭീഷണിയായി മാറി. അർച്ചന തന്റെ കുതന്ത്രങ്ങൾ പുറത്തെടുത്തു. ചില വ്യാജ തെളിവുകളും വാട്സപ്പ് മെസ്സേജുകളും നിർമ്മിച്ചുകൊണ്ടവൾ ദേവദത്തന്റെ തലച്ചോറിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ പാകി. ഏട്ടാ, ഇതൊന്നു നോക്കൂ, നിമ്മി ചേച്ചി ഗർഭിണിയാണെന്ന് പറയുന്നു. പക്ഷേ ഈ കണക്കുകൾ പ്രകാരം ഇതിന് ഏട്ടനുമായി യാതൊരു ബന്ധവുമില്ല. ഏട്ടൻ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ അവൾ ആരുമായാണ് ബന്ധം പുലർത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അർച്ചനയുടെ കള്ളക്കണ്ണീർ ദേവദത്തനെ തകർത്തു. ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും അർച്ചനയുടെ തുടർച്ചയായുള്ള കള്ളപ്രചരണങ്ങൾ ദേവദത്തനെ അന്ധനാക്കി. രാഹുൽ സത്യം പറയാൻ ശ്രമിച്ചെങ്കിലും നീ എന്റെ അനിയത്തിയെ സംശയിക്കുന്നുവോ എന്ന ചോദ്യത്തിനു മുന്നിൽ അവൻ നിശബ്ദനായി. ഒരു രാത്രിയിൽ കടുത്ത ദേഷ്യത്തോടെ ദേവദത്തൻ നിമ്മിയുടെ മുറിയിലേക്ക് ഇരച്ചു കയറി. അർച്ചന പുറകിൽ നിന്ന് അവിഹിതത്തിന്റെ കഥകൾ പെരുപ്പിച്ചു പറഞ്ഞു. നിമ്മി, ഇതാരാണെന്ന് പറ. ഈ വയറ്റിൽ വളരുന്നത് എന്റെ രക്തമാണെന്ന് നീ കരുതുന്നുണ്ടോ? എനിക്കറിയാം ഇതാരുടെ കുഞ്ഞാണെന്ന്. ദേവദത്തൻ അലറി. നിമ്മി വിശ്വസിക്കാനാവാതെ പകച്ചുപോയി. ഏട്ടാ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നമ്മുടെ കുഞ്ഞാണ്. എന്റെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ ജീവനല്ലേ? നിർത്തും, ദേവദത്തൻ ആക്രോശിച്ചു. ഇതൊരു അപമാനം മാത്രമാണ്. ഒന്നുകിൽ നീ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് അബോർഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ വീടിന്റെ പടിയിറങ്ങി പോവുക. അവിഹിതമായ ഒന്നിനും ഈ വീട്ടിൽ സ്ഥാനമില്ല. നിമ്മി തകർന്നു പോയി. തന്നെ സ്നേഹിച്ചവൻ ഇന്ന് തന്നെ ഒരു വേശ്യയെ പോലെ ചിത്രീകരിക്കുന്നു. വയറ്റിൽ വളരുന്ന പൈതലിനെ കൊന്നുകളയാൻ പറയുന്ന അവന്റെ ക്രൂരത അവൾക്ക് സഹിക്കാനായില്ല. അവൾ കഴുത്തിലെ താലിമാലയിൽ തൊട്ടു. ഈ താലി ഞാൻ പുണ്യമായി കരുതിയതാണ്. പക്ഷേ അവിഹിതമെന്ന് മുദ്രകുത്തിയ ഒരു കുഞ്ഞിനെ കൊന്നുകളയാൻ ആവശ്യപ്പെടുന്ന നിങ്ങളോടൊപ്പം ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ വയ്യ. നിമ്മി വിറക്കുന്ന കൈകളോടെ ആ താലിമാല പൊട്ടിച്ചെടുത്തു. അത് ദേവദത്തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ കുഞ്ഞെനിക്ക് ദൈവമാണ്. അവനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അനിയത്തിക്കും വേണ്ടി ഞാൻ ഈ വീട് വിടുന്നു. മഴയത്തേക്ക് അവൾ ഇറങ്ങി നടന്നു. പിന്നിൽ താലിമാല പൊട്ടിച്ചിതറി താഴെ വീണു. ദേവദത്തന്റെ കണ്ണുകളിൽ അപ്പോഴും അർച്ചന പകർന്നു നൽകിയ പകയുടെ കനലുകൾ എരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിലെ തണുപ്പും മഴയും നിമ്മിയുടെ ശരീരത്തെക്കാളേറെ തളർത്തിയത് അവളുടെ മനസ്സിനെയായിരുന്നു. ഗർഭത്തിന്റെ 6ാം മാസത്തിൽ വലിയൊരു ഭാണ്ഡക്കെട്ടുമായി അവൾ ബസ് സ്റ്റാൻഡിലെ ഒരു ചെറിയ ഷെഡിലേക്ക് ചുരുണ്ടുകൂടി. കണ്ണുനീർ മഴവെള്ളത്തോടൊപ്പം കലർന്നു. വയറ്റിലെ കുഞ്ഞു പതിയെ അനങ്ങുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. ആ കുഞ്ഞു ചലനം അവൾക്കൊരു വലിയ കരുത്തായി മാറി. അപ്പുറത്ത് ദേവദത്തന്റെ ബംഗ്ലാവിൽ അവസ്ഥ മറ്റൊന്നായിരുന്നു. നിമ്മി പോയെങ്കിലും സമാധാനം അവിടെ തിരികെ വന്നില്ല. രാഹുൽ ദേഷ്യത്തോടെ ദേവദത്തന്റെ മുന്നിൽ വന്നു നിന്നു. ദേവാ, നീ ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ്. നിമ്മിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് നീ അർച്ചനയുടെ വാക്ക് കേട്ട് വിശ്വസിച്ചല്ലോ. ആ പാവം പെണ്ണിനെയും കുഞ്ഞിനെയും നീ തെരുവിലേക്ക് തള്ളിയിട്ടത് നിന്റെ അഹങ്കാരം കൊണ്ടാണ്. രാഹുൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേവദത്തൻ അപ്പോഴും അർച്ചനയുടെ കള്ളക്കഥകളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിന്നു. രാഹുലെ, എന്റെ അനിയത്തി കള്ളം പറയില്ല. അവൾ എന്റെ ചോരയാണ്. നിമ്മിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇറക്കിവിട്ടത്. പക്ഷെ നിമ്മി പോയതിനു ശേഷമുള്ള ആദ്യത്തെ രാവ് ദേവദത്തിന് ഉറക്കമില്ലാത്തതായിരുന്നു. മുറിയിലെ ഓരോ കോണിലും നിമ്മിയുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. അർച്ചന വന്നവന്റെ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് അവന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥയായി മാറാൻ തുടങ്ങിയിരുന്നു. അതേസമയം നിമ്മി ഒരു സർക്കാർ ആശുപത്രിയുടെ സഹായത്തോടെ ഒഴിഞ്ഞുപോയ ഒരു ചെറിയ വാടക മുറിയിൽ അഭയം തേടി. വിശപ്പും തളർച്ചയും അവളെ വേട്ടയാടിയെങ്കിലും അർച്ചനയുടെ വാക്കുകൾക്ക് മുന്നിൽ താൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന വാശി അവളിൽ വളർന്നു. അവൾ ഒരു തയ്യൽ ജോലി കണ്ടെത്തി. ആരുമറിയാതെ ആരുടെയും സഹായമില്ലാതെ ആ കുഞ്ഞിനെ വളർത്താൻ അവൾ തീരുമാനിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി മാറി. ദേവദത്തന്റെ ജീവിതം പതുക്കെ നിറമങ്ങി തുടങ്ങി. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കണ്ണുകളിൽ എന്നും നിമ്മിപ്പോയ ആ രാത്രിയിലെ മഴ പെയ്തുകൊണ്ടിരുന്നു. അർച്ചന ഇടയ്ക്കിടെ അസുഖം അഭിനയിച്ച് അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്തോ ഒന്ന് അവനെ ഉള്ളിൽ നിന്ന് കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. താൻ പിടിച്ച മുയലിന് കൊമ്പുണ്ട് എന്ന് അന്ധമായി വിശ്വസിച്ചതിന്റെ പേരിൽ താൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം ജീവിതത്തെയാണോ എന്നൊരു സംശയം അവനിൽ പതുക്കെ വേരുറച്ചു. രാഹുൽ ദൂരെ നിന്ന് നിമ്മിയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ നിമ്മിയെ കണ്ടെത്തിയിരുന്നു. എന്നാൽ നിമ്മി അവനോട് അപേക്ഷിച്ചു. ദേവദത്തനെ ഈ വിവരങ്ങളൊന്നും അറിയിക്കരുത്. ഞാൻ എന്റെ കുഞ്ഞിനെ സ്വന്തം കാലിൽ നിന്ന് വളർത്തും. അച്ഛനില്ലാത്ത കുഞ്ഞെന്ന് അവർ വിളിച്ചാലും അവൻ എന്റെ സ്നേഹം ധാരാളമാണ്. രാഹുൽ നിസ്സഹായനായി നിന്നു. അവൻ ദേവദത്തനോട് സംസാരിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും അർച്ചനയുടെ കയ്യിലെ പാവയായി മാറിയ ദേവദത്തൻ യാഥാർത്ഥ്യങ്ങൾ കാണാൻ തയ്യാറായിരുന്നില്ല. കാലം 2 വർഷം പിന്നിലേക്ക് മാഞ്ഞു. ദേവദത്തന്റെ ജീവിതത്തിൽ പണത്തിനൊരു കുറവുമില്ലായിരുന്നു. പക്ഷേ സമാധാനം എന്ന വാക്ക് ആ വീടിന്റെ പടിവാതിലിൽ പോലും എത്തിയിരുന്നില്ല.
അർച്ചനയുടെ അമിതമായ വാശിയും അവൾ പുറപ്പെടുവിക്കുന്ന കുറ്റപ്പെടുത്തലുകളും ദേവദത്തിനെ വീർപ്പുമുട്ടിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ താൻ വളർത്തിയെടുത്ത അനുജയുടെ സ്നേഹം തള്ളിപ്പറയാൻ അവൻ ഇന്നും മടിച്ചിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അർച്ചനയുടെ ആരോഗ്യനില വഷളായത്. ആദ്യം ചെറിയ തളർച്ചയും ഇടയ്ക്കിടെയുള്ള ബോധക്ഷയവുമായിരുന്നു. പിന്നീടത് കഠിനമായ വേദനകളിലേക്ക് വഴിമാറി. ഡോക്ടർമാരുടെ പരിശോധനയിൽ ഞെട്ടിക്കുന്ന ആ സത്യം പുറത്തുവന്നു. അർച്ചനക്ക് മാരകമായ ഒരു രോഗം ബാധിച്ചിരിക്കുന്നു. ആയുസ് വളരെ കുറവാണെന്ന വാർത്ത ദേവദത്തിനെ തകർത്തു കളഞ്ഞു. ഏട്ടാ, എനിക്ക് പേടിയാകുന്നു. ആശുപത്രി കിടക്കയിൽ കിടന്ന് അർച്ചന തേങ്ങിക്കരഞ്ഞു. അവളുടെ മുഖത്തെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. ദേവദത്തൻ അവളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. നിനക്കൊന്നും സംഭവിക്കില്ല അർച്ചന. നിന്നെ ഞാൻ എന്ത് വില കൊടുത്തും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഈ വാർത്ത അറിഞ്ഞ നിമിഷം രാഹുൽ ദേവദത്തന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൻ ഏറെക്കാലമായി ഉള്ളിൽ അടക്കിപ്പിടിച്ച സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചു. ദേവ, നീ അർച്ചനയെ സ്നേഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ അതിനായി നീ നിമ്മിയെ ചതിച്ചു. അവൾ ഗർഭിണിയായിരുന്നപ്പോൾ നീ അവളോട് കാണിച്ച ക്രൂരതയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ നീ മറുപടി പറയേണ്ടി വരും. നിമ്മിക്ക് അവിഹിതമൊന്നുമില്ലായിരുന്നു. അവൾക്ക് നിന്നെ മാത്രമായിരുന്നു അറിയാമായിരുന്നത്. അർച്ചന പറഞ്ഞതെല്ലാം നുണകളായിരുന്നു എന്ന് നിനക്കിനിയെങ്കിലും തിരിച്ചറിഞ്ഞൂടെ? രാഹുലിന്റെ വാക്കുകൾ ദേവദത്തന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. അവൻ അർച്ചനയെ നോക്കി. രോഗശയ്യയിൽ കിടക്കുമ്പോഴും അർച്ചനയുടെ കണ്ണുകളിൽ എന്തോ ഒളിച്ചുവെക്കുന്നത് പോലെ അവന് തോന്നി. സംശയത്തിന്റെ കരിനിഴൽ വീണ്ടും അവന്റെ മനസ്സിൽ രൂപപ്പെട്ടു. അതേസമയം നഗരത്തിന്റെ മറ്റൊരു കോണിൽ തയ്യൽ മെഷീന്റെ ശബ്ദത്തിനിടയിൽ നിമ്മി തന്റെ മകനെ ലാളിക്കുകയായിരുന്നു. ദേവദത്തന്റെ അതേ കണ്ണുകളും അതേ ഭാവങ്ങളുമുള്ള കുഞ്ഞ്. അവൻ വളർന്നു വരുന്നു. അവന്റെ അച്ഛൻ ആരാണെന്ന ചോദ്യത്തിന് മുന്നിൽ നിമ്മി മൗനിയായി. പക്ഷെ അച്ഛനെ കാണാനുള്ള ഒരൊറ്റ ആഗ്രഹം പോലും അവൾ ആ കുഞ്ഞിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. അന്ന് രാത്രി ആശുപത്രിയിൽ അർച്ചനയുടെ അടുത്ത് നിന്ന് പുറത്തിറങ്ങിയ ദേവദത്തൻ നേരെ പോയത് രാഹുലിന്റെ വീട്ടിലേക്കായിരുന്നു. രാഹുൽ, നിമ്മി എവിടെയാണെന്ന് എനിക്കറിയണം. എന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. സത്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞേ തീരൂ. രാഹുൽ ഒരു നിമിഷം ആലോചിച്ചു. നിമ്മിയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. അവളെ വേദനിപ്പിക്കരുത് ദേവ. നിനക്ക് അവളെ അർഹതയുണ്ടോ എന്ന് നിന്റെ മനസ്സിനോട് ചോദിക്കൂ. രാഹുലിന്റെ സഹായത്തോടെ ദേവദത്തൻ നിമ്മി താമസിക്കുന്ന കൊച്ചു വീട്ടിലെത്തി. ജനാലയിലൂടെ അകത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ വിടർന്നു പോയി. അവിടെ തന്റെ തന്നെ കണ്ണുകളുള്ള താൻ തന്നെ രൂപപ്പെടുത്തിയെടുത്തൊരു കുഞ്ഞു കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്നു. നിമ്മി പഴയ തയ്യൽ മെഷീനിൽ വസ്ത്രങ്ങൾ തയ്ക്കുന്നു. അവൾക്ക് വയസ്സായതുപോലെ തോന്നി. ആ മുഖത്തെ തിളക്കം മങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും അവളിൽ ആ പഴയ ശാന്തതയുണ്ട്. നിമ്മി അവനെ കാണുന്നില്ല. അവൻ വാതിലിൽ മുട്ടാൻ കൈ ഉയർത്തിയെങ്കിലും അർച്ചനയുടെ അസുഖ വാർത്തയും അവൾ മരണത്തോട് മല്ലിടിക്കുന്നതും ഓർത്തവൻ തരിച്ചു നിന്നുപോയി. ദേവദത്തൻ തിരികെ കാറിലേക്ക് നടന്നു. രാഹുൽ കാറിനുള്ളിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ അവളെ? രാഹുൽ ശാന്തമായി ചോദിച്ചു. ദേവദത്തൻ മറുപടി നൽകിയില്ല. അവൻ സ്റ്റെയറിംഗിൽ തലചായ്ച്ച് വിങ്ങിപ്പൊട്ടി. ഞാൻ എന്താണ് ചെയ്തത് രാഹുലെ? ഒരു നിഷ്കളങ്കയായ പെണ്ണിനെയും എന്റെ മകനെയുമല്ലേ ഞാൻ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? എന്റെ അനിയത്തിയോടുള്ള അന്ധമായ സ്നേഹം എന്നെ ഒരു മൃഗമാക്കി മാറ്റി. അതേസമയം വീട്ടിൽ അർച്ചനയുടെ നില വല്ലാതെ വഷളായിരുന്നു. അവൾ ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ടായിരുന്നു. വേദനയുടെ കാഠിന്യത്തിൽ അവൾ പലതവണ നിമ്മിയുടെ പേര് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. ബോധം മറയുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. ദേവദത്തൻ വീട്ടിലെത്തിയപ്പോൾ അർച്ചനയുടെ നില ഗുരുതരമായിരുന്നു. ഡോക്ടർമാർ കൈമലർത്തി. അവൾക്ക് കുറച്ചു സമയം കൂടി മാത്രമേ ആയുസുള്ളൂ എന്നവർ സൂചിപ്പിച്ചു. അർച്ചനയുടെ കണ്ണുകൾ മുറിയിലുടനീളം ആരെയാണ് തിരിയുന്നതെന്ന് ദേവദത്തിന് മനസ്സിലായി. നിമ്മി വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ അർച്ചന? ദേവദത്തൻ അവളുടെ തളർന്ന കൈകളിൽ പിടിച്ചു ചോദിച്ചു. അർച്ചന ഒന്നും മിണ്ടിയില്ല. പക്ഷേ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ എല്ലാം പറഞ്ഞു തന്നു. അവൾക്കുണ്ടായിരുന്ന അസൂയയും വാശിയും ആ വേദനയിൽ അലിഞ്ഞു തീർന്നിരുന്നു. ഒടുവിൽ താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അർച്ചന ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. താൻ എന്തിനാണ് നിമ്മിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന് അവൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നില്ലായിരുന്നു. ദേവദത്തൻ ഫോണെടുത്തു. നിമ്മിയെ വിളിക്കാൻ വിരലുകൾ വിറച്ചു. അവൾ കോൾ എടുക്കുമോ? എടുത്താലും അവൾ വരുമോ? താൻ അവളെ കൊന്നു കുഴിച്ചു മൂടി അതേ സ്ഥലത്തേക്ക് തന്നെ ഉപേക്ഷിച്ചവളുടെ അടുത്തേക്ക് അവൾ വരുമോ? ഫോണിന്റെ മറുതലക്കൽ നിമ്മി നിശബ്ദയായിരുന്നു. ദേവദത്തൻ കേണപേക്ഷിച്ചു. നിമ്മി, ഇത് ഞാനാണ്. അർച്ചന അവസാന നിമിഷത്തിലാണ്. അവൾക്ക് നിന്നോടെന്തോ പറയാനുണ്ട്. ദയവായി ഒന്ന് വരാമോ? നിന്റെ മകനെയും കൂട്ടി ഒന്ന് വരാമോ? നിമ്മിയുടെ മറുപടിക്ക് വേണ്ടി അവൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു. നിമ്മി ഫോൺ വെച്ചു. ദേവദത്തന്റെ ശബ്ദത്തിലെ ദയനീയമായ അപേക്ഷ അവളെ അലോസരപ്പെടുത്തിയില്ല. പകരം വർഷങ്ങൾക്ക് ശേഷം കേട്ട ആ ശബ്ദത്തിൽ അവൾ തിരിച്ചറിഞ്ഞത് പശ്ചാത്താപത്തിന്റെ കയ്പുനീരായിരുന്നു. മോനെ, വാ, നമുക്ക് പോകാം. അവൾ തന്റെ മകന്റെ കൈപിടിച്ച് താൻ അനുഭവിച്ച വേദനകളേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ അവസാന ആഗ്രഹമെന്ന് അവൾക്ക് തോന്നി. ദേവദത്തന്റെ ബംഗ്ലാവിന്റെ പടിയിറങ്ങി പോകുമ്പോൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും തിരികെ വരാൻ ഒരു നാൾ താൻ നിർബന്ധിതയാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. വലിയ ഗേറ്റ് കടന്ന് അവൾ മുറ്റത്തേക്ക് കയറുമ്പോൾ തന്റെ ജീവിതം തകർത്ത ആ പഴയ നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അകത്തെ ബെഡ്റൂമിൽ അർച്ചനയുടെ ശ്വാസം നേർത്തു വരുന്നുണ്ടായിരുന്നു. ദേവദത്തൻ ജനാലിക്കൽ തകർന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു. വാതിലിന്റെ ശബ്ദം കേട്ടവൻ തല ഉയർത്തി. മുന്നിൽ നിൽക്കുന്ന നിമ്മിയെ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കൂടെയുള്ള
തന്റെ തന്നെ ചെറിയ രൂപമായ ആ കൊച്ചു ബാലനെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം നിലച്ചുപോയതുപോലെ തോന്നി. നിമ്മി ഒന്നും മിണ്ടിയില്ല. അവൾ നേരെ അർച്ചനയുടെ അരികിലേക്ക് നടന്നു. വെളുത്തു വിളറിയ വേദന കൊണ്ട് പുളയുന്ന അർച്ചനയുടെ മുഖം കണ്ടപ്പോൾ നിമ്മിയുടെ മനസ്സിലെ പഴയ പകയും വെറുപ്പും അലിഞ്ഞു തീർന്നു. അർച്ചന കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്നത് താൻ ജീവിതം തകർക്കാൻ ശ്രമിച്ച നിമ്മിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ധാരയായി കണ്ണുനീരൊഴുകി. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ കൈകൾ നിമ്മിയുടെ വസ്ത്രത്തിൽ അമർത്തിപ്പിടിച്ചു. സാരമില്ല അർച്ചന, നിമ്മി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ദേവദത്തൻ അടുത്തു വന്ന് നിമ്മിയുടെ പാദങ്ങളിൽ വീഴാൻ ശ്രമിച്ചു. എന്നെ ശപിക്കൂ നിമ്മി, ഞാൻ ചെയ്തത് കൊടും ക്രൂരതയാണ്. ഈ കുഞ്ഞിനെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് എങ്ങനെ സാധിച്ചു? നിമ്മി അവനെ തടഞ്ഞു. ഇപ്പോൾ അതിനുള്ള സമയമല്ല ദേവേട്ട, അവൾക്ക് ശാന്തി വേണം. നിമ്മി അർച്ചനയുടെ തലയിൽ തലോടി. അവൾ അർച്ചനയ്ക്ക് വെള്ളം കൊടുത്തു. ആ മുറിയിലെ അന്തരീക്ഷം തന്നെ മാറി മറിഞ്ഞു. ദേഷ്യവും വെറുപ്പും നിറഞ്ഞ ആ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്നേഹത്തിന്റെ കുളിർമ പടർന്നു. പെട്ടെന്ന് അർച്ചന വിറക്കാൻ തുടങ്ങി. അവൾ നിമ്മിയുടെ കൈ മുറുകെ പിടിച്ചു. അവൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. നിമ്മി തന്റെ ചെവി അവളുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു. എന്നെ ക്ഷമിക്കണം ഏട്ടത്തി എന്ന ആ അവസാന വാക്ക് ഒരു തേങ്ങലായി ആ മുറിയിൽ മുഴങ്ങി. അർച്ചനയുടെ കൈ നിമ്മിയുടെ കയ്യിൽ നിന്ന് താഴെ കൂർന്നു വീണു. ആ മുറിയിൽ നിശബ്ദത തളംകെട്ടി. ദേവദത്തന്റെ നിലവിളി വീടിന്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. അർച്ചനയുടെ മരണം ദേവദത്തനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. താൻ ജീവന് തുല്യം സ്നേഹിച്ച, താൻ ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും നൽകിയ അനിയത്തി ഞാൻ തെറ്റായി മനസ്സിലാക്കിയ നിമ്മിയോട് മാപ്പിരുന്ന് കണ്ണടച്ചു എന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വീട് മുഴുവൻ ഒരു ശവപ്പറമ്പിന്റെ നിശബ്ദത പുതച്ചു. അർച്ചനയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതോടെ ആ വലിയ ബംഗ്ലാവ് ദേവദത്തിന് ഒരു തടവറ പോലെ അനുഭവപ്പെട്ടു. അവിടെയുള്ള ഓരോ വസ്തുവും ഓരോ കോണും നിമ്മിയെ ഇറക്കിവിട്ട ആ ക്രൂരമായ രാത്രി അവനെ ഓർമ്മിപ്പിച്ചു. ചടങ്ങുകൾക്ക് ശേഷം നിമ്മി മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. അവൾ തന്റെ മകനെയും ചേർത്ത് പിടിച്ച് ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ദേവദത്തൻ തടഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. നിമ്മി, നീ പോവുകയാണോ? ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിനക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവൾ എന്റെ പെങ്ങൾ നിന്നെ ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്വം പോലും എനിക്ക് നിർവഹിക്കാൻ കഴിയില്ലേ? ദേവദത്തന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നിമ്മി തിരിഞ്ഞു നിന്നു. അവളുടെ മുഖത്തൊരു പ്രത്യേക ഭാവം ഉണ്ടായിരുന്നു. അതിൽ ദേഷ്യമില്ല, പക്ഷെ പഴയ സ്നേഹത്തിന്റെ ചൂടും കുറവായിരുന്നു. ദേവേട്ട, നിങ്ങൾ എനിക്ക് നൽകിയ മുറിവുകൾക്കപ്പുറം ഈ കുഞ്ഞിന് ഒരു അച്ഛനെ നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. പക്ഷേ ഒരു പെങ്ങളുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ വന്നതാണ് ഞാൻ. അല്ലാതെ നിങ്ങൾ വലിച്ചെറിഞ്ഞ താലിമാലയുടെ ബലത്തിലല്ല ഞാൻ തിരികെ വരുന്നത്. രാഹുൽ അടുത്തുണ്ടായിരുന്നു. അവൻ ദേവദത്തന്റെ തോളിൽ കൈവച്ചു. ദേവ, നിമ്മിക്ക് ഇനിയും ഒത്തിരി ദൂരമുണ്ട്. നീ തകർന്ന ഒരു മനസ്സിനെയാണ് ഇപ്പോൾ കാണുന്നത്. നിമ്മിക്ക് കുറച്ച് സമയം നൽകൂ. അന്നത്തെ രാത്രി ദേവദത്തൻ അർച്ചനയുടെ മുറിയിലിരുന്നു. അവളുടെ അലമാരയിൽ നിന്ന് ഒരു ഡയറി അവന് ലഭിച്ചു. അത് തുറന്നപ്പോൾ അതിലെ ഓരോ താളിലും നിമ്മിയോടുള്ള അവളുടെ കടുത്ത അസൂയയും അത് മറച്ചുവെക്കാൻ അവൾ മെനഞ്ഞ നുണകളും വ്യക്തമായി എഴുതിയിരുന്നു. താൻ എത്ര വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന് ആ ഡയറി വായിച്ചപ്പോൾ അവന് വ്യക്തമായി. താൻ സ്നേഹിച്ച അനിയത്തി ഒരു ആസുരികമായ വാശിക്ക് അടിമയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവളോട് ദേഷ്യമല്ല, മറിച്ച് സഹതാപം തോന്നി. അവന്റെ ഉള്ളിൽ ഒരു തിരിച്ചറിവുദിച്ചു. അർച്ചനയുടെ മരണത്തിന് കാരണം നിമ്മിയല്ല, താൻ തന്നെയായിരുന്നു. അടുത്ത ദിവസം രാവിലെ നിമ്മി മകൻ അർജുനെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ദേവദത്തൻ ആ വീട്ടിലെത്തി. ഇത്തവണ അവന്റെ കയ്യിൽ അർച്ചനയുടെ ഡയറി ഉണ്ടായിരുന്നു. ഇത് വായിക്ക് നിമ്മി, ഞാൻ ആരായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാകും. നിന്നെ തെരുവിൽ ഉപേക്ഷിച്ചവനാണ് ഞാൻ. എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിനക്കും മകനും സംരക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിമ്മി ആ ഡയറി വാങ്ങി. പക്ഷെ അത് തുറന്നു പോലും നോക്കിയില്ല. നിമ്മി ആ ഡയറി മേശപ്പുറത്തേക്ക് വെച്ചു. അവൾ അത് വായിക്കാൻ തയ്യാറായിരുന്നില്ല. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ആ ഡയറിയിലെ വരികൾക്ക് ഒരിക്കലും മറുപടി നൽകാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ദേവേട്ട, ഭൂതകാലം മരിച്ചു കഴിഞ്ഞു. അർച്ചനയും പോയി. ആ ഡയറിയിലെ സത്യങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് വേണ്ടത് എന്റെ കുഞ്ഞിന്റെ സമാധാനമാണ്. അവൻ ഇന്ന് വരെ അച്ഛനെ ചോദിച്ചപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ അവനെ വളർത്തിയിട്ടുണ്ട്. ഇനിയൊരു കള്ളം പറയാൻ എനിക്ക് വയ്യ. നിമ്മി അകത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അർജുൻ എന്ന കൊച്ചുബാലൻ ഓടി വന്നു. അവൻ ദേവദത്തനെ അറിയില്ല. പക്ഷെ എന്തോ ഒരാകർഷണം ആ കുഞ്ഞിൽ ദേവദത്തനോടുണ്ടായിരുന്നു. അവൻ ദേവദത്തന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. അമ്മേ, ആരാ ഇദ്ദേഹം? എന്നെ നോക്കി ചിരിക്കുന്നല്ലോ, അർജുൻ നിമ്മിയോട് ചോദിച്ചു. ദേവദത്തന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കുനിഞ്ഞ് അർജുനെ എടുക്കാൻ ശ്രമിച്ചു. അർജുൻ ആദ്യം മടിച്ചെങ്കിലും നിമ്മി തലയാട്ടിയപ്പോൾ അവൻ ദേവദത്തന്റെ തോളിലേക്ക് കയറി. ദേവദത്തന്റെ നെഞ്ചിൽ ആ കുഞ്ഞു തല ചേർത്ത് വെച്ച നിമിഷം വർഷങ്ങളായി ഉള്ളിൽ കട്ട പിടിച്ചു കിടന്ന ദുഃഖമെല്ലാം ഒരു തുള്ളി കണ്ണുനീരായി പുറത്തു വന്നു. അർജുൻ മോനെ, ദേവദത്തന്റെ ശബ്ദമിടറി. രാഹുൽ ദൂരെ മാറി നിന്ന് ഇത് കണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു. ഏറെ നാളത്തെ മൗനത്തിനു ശേഷം ആ വീട് ചെറുതായി ചിരിച്ചു തുടങ്ങി. എന്നാൽ ദേവദത്തന്റെ സ്നേഹം നിമ്മിക്ക് ഇപ്പോഴും ഒരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഇതെല്ലാം പെട്ടെന്നുള്ള ഒരു ആവേശം മാത്രമാണോ?
മാസങ്ങൾ കടന്നുപോയി. ദേവദത്തൻ നിമ്മിയുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ അവളുടെ ജോലിസ്ഥലത്ത് ഭക്ഷണം എത്തിച്ചു. കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. നിമ്മി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ അവൾ അവനോട് സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രം. ഒരു ദിവസം രാത്രിയിൽ അർജുൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദേവദത്തൻ നിമ്മിയോട് ചോദിച്ചു, നിമ്മി, എനിക്ക് നിന്റെ പഴയ സ്നേഹം തിരികെ വേണമെന്നില്ല. പക്ഷെ ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് തിരികെ തന്നൂടെ? അവൻ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ അവകാശമില്ലേ? നിമ്മി അവനെ നോക്കി. അർജുൻ, അച്ഛനുണ്ട് ദേവേട്ട. പക്ഷെ ആ അച്ഛൻ മരിച്ചുപോയെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ അർജുൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ അച്ഛനായി കാണുന്നത് ഒരു സങ്കല്പത്തെയാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളെ അച്ഛനായി കാണാൻ അവനിനി നിങ്ങളെ ഉൾക്കൊള്ളേണ്ടി വരും. അതിന് കുറച്ച് സമയം വേണം. അന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേവദത്തൻ തീരുമാനിച്ചു നിമ്മിയുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ അവൻ എന്ത് ത്യാഗവും ചെയ്യും. പക്ഷെ വിധി മറ്റൊരു പരീക്ഷണത്തിനായി കാത്തിരിക്കുകയായിരുന്നു. കാലം മെല്ലെ മുന്നോട്ട് നീങ്ങി. ദേവദത്തൻ നിമ്മിയുടെയും അർജുന്റെയും ജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങിയിരുന്നു. അർജുൻ അച്ഛനോടുള്ള വാത്സല്യം ദിനംപ്രതി കൂടി വന്നു. അവൻ ദേവദത്തനെ അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ നിമ്മിയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് വേദനയും സന്തോഷവും കലർന്ന ഭാവമായിരുന്നു. എന്നാൽ ദേവദത്തന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു പ്രതിസന്ധി കടന്നു വന്നു. അവന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ വലിയൊരു തകർച്ച സംഭവിച്ചു. വിശ്വസിച്ച പങ്കാളികളുടെ ചതിയും അർച്ചനയുടെ ചികിത്സക്കായി ചിലവാക്കിയ വൻതുകയും ബിസിനസ്സിലെ അപ്രതീക്ഷിത തിരിച്ചടികളും അവനെ കടക്കെണിയിലാക്കി. അവന്റെ ആഡംബര ബംഗ്ലാവ് ജപ്തി ഭീഷണിയിലായി. രാഹുൽ ഈ വിവരം ദേവദത്തന്റെ വീട്ടിലെത്തി നിമ്മിയോട് പറഞ്ഞു. ദേവിപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് നിമ്മി. അവൻ തന്റെ എല്ലാ സ്വത്ത് വിറ്റാലും ഈ കടം തീരില്ല. അവൻ വീണ്ടും ആ പഴയ ദേവദത്തനായി മാറിയേക്കുമോ എന്നെനിക്ക് ഭയമുണ്ട്. നിമ്മി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ദേവദത്തൻ താനുമായുള്ള കൂടിക്കാഴ്ചകളിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് വന്നിരുന്നത്. അവൻ തന്റെ തകർച്ച ഒരു തരത്തിലും അവളെ അറിയിച്ചിരുന്നില്ല. അന്ന് വൈകുന്നേരം ദേവദത്തൻ വരുമ്പോൾ അവന്റെ മുഖത്തൊരു മ്ലാനത നിമ്മി ശ്രദ്ധിച്ചു. പതിവില്ലാത്ത വിധം അവൻ അർജുനെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം നിന്നു. എന്താ ദേവേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിമ്മി ചോദിച്ചു. ദേവദത്തൻ കള്ളച്ചിരി ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല നിമ്മി, എല്ലാം ശരിയാകും. പക്ഷെ നിമ്മിക്ക് കാര്യം മനസ്സിലായി. അവൾ രാഹുൽ വഴി കാര്യങ്ങൾ തിരക്കി. ദേവദത്തൻ തകർച്ചയുടെ വക്കിലാണെന്നും അവൻ വീട് ഒഴിയേണ്ടി വരുമെന്നും അവൾ അറിഞ്ഞു. ആ നിമിഷം അവൾക്ക് തോന്നി, ഇപ്പോൾ അവൾ ചെയ്യേണ്ടത് അവനെ ഉപേക്ഷിക്കലല്ല, മറിച്ച് അവനെ ചേർത്ത് പിടിക്കലാണ്. താൻ പണ്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് മറുപടിയായി അവനെ താഴ്ത്തി കെട്ടുകയല്ല അവൾ ചെയ്യേണ്ടതെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ തന്റെ പഴയ തയ്യൽ ജോലിയിൽ നിന്ന് സ്വരുക്കൂട്ടിയ പണമെടുത്തു. അത് വലിയ തുകയൊന്നും അല്ലെങ്കിലും അവൾ അത് ദേവദത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ അർജുനെയും കൂട്ടി നേരെ ദേവദത്തന്റെ ബംഗ്ലാവിലേക്ക് ചെന്നു. അവിടം വിജനമായിരുന്നു. സെക്യൂരിറ്റി ഗാർഡുകൾ പോലും പോയി കഴിഞ്ഞിരുന്നു. ദേവദത്തൻ ഒരു മുറിയിൽ തനിച്ചിരുന്ന് കണക്കുകൾ നോക്കി വിങ്ങുകയായിരുന്നു. ദേവേട്ട, നിമ്മിയുടെ ശബ്ദം കേട്ടവൻ ഞെട്ടി എഴുന്നേറ്റു. നിമ്മി, നീ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ ഇപ്പോൾ പഴയതുപോലെയല്ല. എനിക്ക് നിങ്ങളെ സുരക്ഷിതമായി നോക്കാൻ കഴിയില്ല, അവൻ വേദനയോടെ പറഞ്ഞു. നിമ്മി അവനടുത്തേക്ക് നടന്നു ചെന്നു. അവന്റെ തോളിൽ കൈവച്ചു. പണത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ദേവേട്ട. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വയ്യ. നമുക്ക് ഒന്നിച്ചു നിന്ന് പൊരുതാം. ആ നിമിഷം ദേവദത്തന്റെ കണ്ണുകളിൽ പുതിയൊരു ഊർജം മിന്നി. താൻ ഉപേക്ഷിച്ചു പോയവൾ, താൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവൾ തകർച്ചയുടെ കാലത്ത് തനിക്ക് താങ്ങായി വന്നിരിക്കുന്നു. ദേവദത്തന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണത് പശ്ചാത്താപത്തിന്റെ തുള്ളികളായിരുന്നില്ല, മറിച്ചൊരു പുരുഷന്റെ തകർച്ചയുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും നേർത്ത പ്രകാശമായിരുന്നു. നിമ്മിയുടെ വാക്കുകൾ അവനിൽ ഒരു പുതിയ ശക്തി പകർന്നു. എനിക്കൊന്നുമില്ല നിമ്മി, എനിക്ക് തരാൻ ഇനി വലിയ ബംഗ്ലാവും ആഡംബരങ്ങളുമില്ല, ദേവദത്തൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. നിമ്മി പുഞ്ചിരിച്ചു. അവൾ അർജുനെ അവന് നേരെ നീട്ടി. ഇതല്ലാതെ മറ്റെന്ത് സമ്പത്താണ് എനിക്ക് വേണ്ടത്? പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തത് നിങ്ങൾ എനിക്ക് തിരികെ നൽകി. ബാക്കി നമുക്ക് പണിതുയർത്താം. അവർ ആ ബംഗ്ലാവ് ഒഴിഞ്ഞു. ബാങ്ക് ജപ്തി നടപടികൾക്ക് മുമ്പേ അത് ഒഴിഞ്ഞുകൊടുത്തത് ദേവദത്തൻ നഗരത്തിന് പുറത്തുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. ആഡംബരങ്ങളുടെ പ്രൗഢിയില്ലാത്ത ആ വീട് അവരുടെ പുതിയ ജീവിതത്തിന്റെ കേദാരമായി മാറി. രാഹുൽ അവർക്ക് വലിയ പിന്തുണ നൽകി. തന്റെ കയ്യിലുള്ള ചെറിയൊരു തുക ഉപയോഗിച്ച് ദേവദത്തൻ ഒരു ചെറിയ ബിസിനസ് യൂണിറ്റ് തുടങ്ങി. തകർച്ചയിൽ നിന്ന് കരകയറാൻ അവൻ രാത്രിയും പകലും അധ്വാനിച്ചു. കൂലിപ്പണിക്കാരനായും മാനേജറായും കച്ചവടക്കാരനായും അവൻ മാറി. നിമ്മി തയ്യൽ യൂണിറ്റിലെ തന്റെ അറിവ് വെച്ച് ചെറിയ രീതിയിൽ വസ്ത്രനിർമ്മാണവും തുടങ്ങി. അർജുൻ ഒരു പുതിയ സാഹചര്യത്തോട് വേഗത്തിൽ ഇണങ്ങി. അച്ഛനും അമ്മയും കൂടെയുണ്ട്. അതവന് സ്വർഗമായിരുന്നു. ദേവദത്തൻ തന്റെ അഹങ്കാരം പൂർണ്ണമായും ഉപേക്ഷിച്ചു. മകന്റെ കൂടെ കളിക്കാനും നിമ്മിയെ ജോലിയിൽ സഹായിക്കാനും അവൻ സമയം കണ്ടെത്തി. പഴയ കോടീശ്വരനായ ദേവദത്തൻ ഇപ്പോൾ എല്ലാവർക്കും മാതൃകയായ ഒരു സാധാരണക്കാരനായി. ഒരു ദിവസം ബിസിനസ്സിൽ അവർക്ക് വലിയൊരു വിജയം ലഭിച്ചു. ചെറിയൊരു യൂണിറ്റ് പതുക്കെ വലുതായി കൊണ്ടിരുന്നു. ആ രാത്രി അവർ 3 പേരും ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ദേവദത്തൻ നിമ്മിയുടെ കൈകൾ കോർത്തു പിടിച്ചു. നിമ്മി, ഞാനന്ന് നിന്നെ പടിയിറക്കുമ്പോൾ നിന്നെ എനിക്ക് നഷ്ടമായി എന്ന് കരുതി. പക്ഷെ
സത്യത്തിൽ അന്ന് ഞാൻ നിന്നെ പടിയിറക്കിയപ്പോൾ മാത്രമാണ് എന്റെ ഉള്ളിലെ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയത്. ആ കഷ്ടപ്പാടുകൾ എനിക്ക് നൽകിയത് ഒരു പാഠമാണ്. നിമ്മിയൊന്നും പറഞ്ഞില്ല, മറിച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അർച്ചനയുടെ മരണശേഷമുള്ള ശൂന്യതയിൽ നിന്ന് അവർ ഒന്നിച്ചു വളരുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം പണം കൊണ്ടായിരുന്നില്ല, സ്നേഹം കൊണ്ടാണ് അവർ തിരികെ പിടിച്ചത്. എന്നാൽ ആ സന്തോഷത്തിനിടയിലും ഒരു ചെറിയ സങ്കടം ദേവദത്തന്റെ മനസ്സിലുണ്ടായിരുന്നു. അർച്ചനയ്ക്ക് ഇതെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ പലപ്പോഴും ആഗ്രഹിച്ചു. പക്ഷേ താൻ തെറ്റുകൾ തിരുത്തിയെന്നും താൻ നല്ലൊരു അച്ഛനും ഭർത്താവുമായി മാറിയെന്നും അർച്ചന എവിടെയോ ഇരുന്ന് കാണുന്നുണ്ടെന്നവൻ വിശ്വസിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ദേവദത്തന്റെയും നിമ്മിയുടെയും ജീവിതം എന്നൊരു തുറന്ന പുസ്തകം പോലെയാണ്. അവർ പണിതുയർത്തിയ ചെറിയ ബിസിനസ് ഇന്ന് വളർന്ന് പന്തലിച്ച് പലർക്കും തൊഴിൽ നൽകുന്ന വലിയൊരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. എന്നാൽ ആ ആഡംബരത്തിനിടയിലും അവർ തങ്ങളുടെ പഴയ ചെറിയ വീട് ഉപേക്ഷിച്ചില്ല. കാരണം ആ ചുവരുകൾക്കുള്ളിലാണ് അവർ തങ്ങളുടെ സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പണിതുയർത്തിയത്. അർജുൻ ഇന്ന് മിടുക്കനായ ഒരു യുവാവാണ്. അച്ഛന്റെ പാത പിന്തുടർന്ന് അവൻ ബിസിനസ്സിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അർജുന്റെ വിജയത്തിന് പിന്നിൽ അവന് നൽകിയ സ്നേഹനിധിയായ അച്ഛന്റെയും അമ്മയുടെയും കഠിനാധ്വാനം ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം ദേവദത്തനും നിമ്മിയും തങ്ങളുടെ വീടിന്റെ വരാന്തയിലിരുന്ന് സൂര്യാസ്തമയം നോക്കി കാണുകയായിരുന്നു. പഴയ ആ കൈപ്പേറിയ ഓർമ്മകൾ ഇന്നവർക്ക് വേദനിപ്പിക്കുന്നില്ല. പകരം അതൊരു വലിയ പാഠമായിരുന്നു. ദേവദത്തൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിലേക്ക് നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് താൻ നിമ്മിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ അതേ താലിമാല. അത് പിന്നീട് അവൻ കണ്ടെത്തി ശുദ്ധിവരുത്തി വീണ്ടും നിമ്മിയുടെ കഴുത്തിൽ അണിയിച്ചിരുന്നു. നിമ്മി, അന്ന് ഞാൻ ആ താലി വലിച്ചെറിഞ്ഞപ്പോൾ കരുതിയത് എന്റെ അഹങ്കാരമാണ് ജയിച്ചതെന്നാണ്. പക്ഷെ എന്റെ അഹങ്കാരമല്ല, എന്റെ സ്നേഹമാണ് തോറ്റതെന്ന് ഞാൻ വൈകി തിരിച്ചറിഞ്ഞു. ദേവദത്തൻ വികാരധീനനായി പറഞ്ഞു. നിമ്മി അവനെ ചേർത്ത് പിടിച്ചു. കാലം നമ്മളെ പലതും പഠിപ്പിച്ചു ദേവേട്ട. അർച്ചനയുടെ മരണവും ആ നഷ്ടങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ നിലയിൽ എത്തില്ലായിരുന്നു. ചില പൂക്കൾ കരിഞ്ഞാൽ മാത്രമേ പുതിയത് വിരിയുകയുള്ളൂ. നമ്മുടെ ജീവിതം അങ്ങനെ ഒന്ന് വിരിഞ്ഞതാണ്. പെട്ടെന്ന് അർജുൻ ഓടി വന്നു. അവന്റെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ ആൽബം ഉണ്ടായിരുന്നു. അതിൽ അർച്ചനയുടെ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ ദേവദത്തന്റെ മനസ്സൊന്ന് പിടഞ്ഞു. അർച്ചന പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ആ വാശി ഇപ്പോഴില്ല. പകരം ആ പഴയ ഓർമ്മകൾ ഒരു പുഞ്ചിരിയായി അവന്റെ മുഖത്ത് വിരിഞ്ഞു. രാഹുൽ അങ്ങോട്ട് കടന്നു വന്നു. അവർ 4 പേരും ചേർന്ന് ആ പഴയ ഓർമ്മകളെ കുറിച്ച് സംസാരിച്ചു. അർച്ചനയുടെ അവസാനകാലത്ത് നിമ്മി അവൾക്ക് നൽകിയ കരുതലും ആ മരണശയ്യയിൽ വെച്ച് ലഭിച്ച മാപ്പും എല്ലാം ഒരൊറ്റ ചിത്രമായി അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ പണം, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ. എന്നാൽ സ്നേഹവും സത്യസന്ധതയും മാത്രം കൈമുതലായുള്ളവർക്ക് തോൽവിയില്ല. തകർന്നുപോയ ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മകനെ നെഞ്ചോട് ചേർത്ത് പരസ്പരം സ്നേഹിച്ച് ദേവദത്തനും നിമ്മിയും ഒരു പുതിയ ജീവിതം പൂർണ്ണമാക്കുന്നു.